തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക ഭരണ സംവിധാനമാണ് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും, അതോടൊപ്പം ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനം. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ സൂചിപ്പിച്ചത്, ജനങ്ങൾ ഏറ്റവും താല്പര്യത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുന്നണി, ആ മുന്നണിയുടെ ഭരണത്തിൽ കേരളം വികസനം മുരടിച്ച ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പണപ്പെരുപ്പം ഏറ്റവും രൂക്ഷമായിട്ട് തുടരുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസക്കാലമായി രാജ്യത്ത് മറ്റെല്ലായിടത്തും പണപ്പെരുപ്പത്തിന്റെ തോത് കുറയുമ്പോൾ കേരളത്തിൽ മാത്രം ആ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ, പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ. അതോടൊപ്പം രാജ്യം മുഴുവൻ വികസനത്തിന്റെ ഒരു വലിയ കുതിപ്പ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ 11ാം സ്ഥാനത്തുണ്ടായിരുന്നതിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായിട്ടുള്ള 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കേരളം മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. കേരളത്തിൽ മാത്രം വികസനം വേണ്ടത്ര വേഗതയിൽ നടക്കാത്ത സാഹചര്യം. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വിവിധ പദ്ധതികൾ പോലും ഫലപ്രദമായി നടക്കാത്ത സാഹചര്യം. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിൽ, എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള ജൽജീവൻ മിഷൻ പദ്ധതിയാണെങ്കിൽ, ഇതെല്ലാം കേരളത്തിൽ ഇപ്പോഴും ലക്ഷ്യം നേടുന്നതിന് എത്രയോ പുറകിലാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കാൻ പോലും സന്നദ്ധരല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. പ്രായം ചെന്ന ആളുകളോട് കാണിക്കുന്ന ഈ അങ്ങേയറ്റത്തെ അവഗണനയും അനാസ്ഥയും അവരെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണാനുള്ള സർക്കാരിന്റെ മനോഭാവം, ആ മനോഭാവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള പട്ടണങ്ങളിൽ കശുവണ്ടിയുടെ ആഗോള തലസ്ഥാനം എന്നാണ് ഈ പട്ടണം ഒരു കാലത്ത് അറിയപ്പെടുന്നത്. കയർ മേഖലയുടെയും സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ കാര്യത്തിലും ഒക്കെ കൊല്ലത്തിന് അതിൻ്റെതായിട്ടൊരു സ്ഥാനമുണ്ടായിരുന്നു. അതോടൊപ്പം വിനോദസഞ്ചാര മേഖല കൊല്ലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, പക്ഷേ അഷ്ടമുടി കായലിലേക്കുള്ള ദക്ഷിണ ഭാഗത്തു നിന്നുള്ള കവാടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം, അതിന് അർഹമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ നഗരഭരണത്തിന് നേതൃത്വം നൽകിയവരും ഈ പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും മറ്റു മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഭരണത്തിന് നേതൃത്വം നൽകിയവർക്കും സാധിച്ചില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നു. സാധാരണക്കാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, കുടിവെള്ളം തൊട്ട് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണം തൊട്ട് തെരുവുനായ വരെയുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ തകർച്ച, വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്
നമ്മൾ കേരളം നേരിടാൻ പോകുന്നത്. അപ്പൊ ഇതിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഉൾപ്പെടെയുള്ള നഗരങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടുമുന്നിലുള്ള തൊട്ടപ്പുറത്തുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ആഗോള നിലവാരത്തിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കും. സമ്പൂർണമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ധന സമാഹരണവും അതിനു വേണ്ടിയിട്ടുള്ള വിനിയോഗവും അത് മുഴുവൻ കേന്ദ്ര സർക്കാർ റെയിൽവേയിലൂടെ നടത്തുന്നു. നമ്മുടെ ലോകത്തിലെ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ആ രാജ്യങ്ങളിലൊക്കെയുള്ള റെയിൽവേ സംവിധാനത്തോട് കിടപിടിക്കുന്ന തരത്തിലുള്ള റെയിൽവേ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് കൊല്ലമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ നേരിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് റെയിൽവേ ആണെങ്കിലും അത് റോഡ് ഗതാഗതമാണെങ്കിലും ആ വേഗതയുമായിട്ട് അതിന് ഉതകുന്ന തരത്തിൽ മറ്റ് മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നവരും കോർപ്പറേഷന്റെ ഭരണം നടത്തുന്നവരും അവരുടെ അനാസ്ഥ കാരണം, അലംഭാവം കാരണം സാധിക്കാത്തൊരു സാഹചര്യം. ആ സാഹചര്യമാണിത്. അതിലൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം നഗരഭരണത്തിന്റെ ചുമതലയിൽ വരുമ്പോൾ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാകൂ. അതോടൊപ്പം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ പോലും കൈയിട്ട് വാരുന്ന അഴിമതി, കേന്ദ്രത്തിന്റെ പണം മാത്രമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് ഞാൻ പറയല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയും. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയെ പോലെയാണ് കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരള ഹൈക്കോടതി. ഇത്രയും കാലം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച, ഞങ്ങൾ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. പക്ഷെ ഇനി എന്ത് മറുപടി മുഖ്യമന്ത്രിക്ക് പറയാനുണ്ട് എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ ഈ കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിൽ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM-ന്റെ ഏത് തീരുമാനവും വെള്ളം ചേർക്കാതെ നടപ്പിലാക്കുന്ന ഒരാളാണ് അറസ്റ്റിലായ SN വാസു. അതുകൊണ്ടാണ് ആചാര ലംഘനം നടത്തി സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള CPM-ന്റെ തീരുമാനത്തെ പോലീസുകാരുടെ സംരക്ഷണത്തോടുകൂടി ആ കാലഘട്ടത്തിൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ N വാസുവിന്റെ നേതൃത്വത്തിൽ അന്ന് ശ്രമം നടന്നു. ഇതേപോലെ ഇപ്പോഴത്തെ ഈ സ്വർണ്ണക്കടത്ത് വിഷയം വരുമ്പോ ആചാര ലംഘനത്തിൽ മാത്രമല്ല, ശബരിമലയെ തന്നെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണ തട്ടിപ്പ്, സ്വർണ്ണ കൊള്ള നടന്നത് എന്നത് വളരെ വ്യക്തമാണ്. വാസു ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യുന്നതാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അറിയുന്നാലും പറയും. വാസു ചെയ്യുന്നുണ്ടെങ്കിൽ വാസുവിന്റെ തൊട്ടു മുകളിലുള്ള ദേവസ്വം മന്ത്രിയുടെ അറിവും പങ്കാളിത്തവും ഇല്ലാതെ നടക്കില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി കടകപ്പള്ളി സുരേന്ദ്രൻ അതിൽ പങ്കിട്ടു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് പങ്കിട്ടായിരുന്ന ഈ സാഹചര്യം അതിനുശേഷം 2019 ശേഷം 2025 ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് രണ്ടാമത് വിളിച്ചു വരുത്തി ഉണ്ണികൃഷ്ണൻ. ഇന്നത്തെ മന്ത്രി വാസവൻ ഇതിൽ പങ്കില്ല എന്ന് വാസവന് പോലും പറയാൻ പറ്റില്ല. കാരണം ഈ മുരാരി ബാബു, ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബു, ആ മുരാരി ബാബുവിനെതിരായിട്ട് വിജിലൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷവും ഏറ്റുമാനൂരിൽ അയാളെ സംരക്ഷിച്ച് നിർത്തിയത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയാണ്. ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ഇവരൊക്കെ പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും കടകംപള്ളി ആണെങ്കിലും വാസവനാണെങ്കിലും ഇവരെല്ലാവരും പാർട്ടിക്കാരാണ്.
ഉദ്യോഗസ്ഥന്മാരെ ആദ്യം അറസ്റ്റ് ചെയ്തു. മുരാരി ബാബുവിനെയും ബാക്കി ആളുകളെയും കോറ്റിയെയും അറസ്റ്റ് ചെയ്തു. 6-ാം പ്രതിയെയും 5-ാം പ്രതിയെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം 3-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിച്ചത് തന്നെ 3-ാം പ്രതിയെ തൊട്ട് കഴിഞ്ഞാൽ അത് 3-ാം പ്രതിയിൽ മാത്രം അവസാനിക്കില്ല. ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരിലേക്കടക്കം ഈ അന്വേഷണം എത്തും എന്ന് ഭയന്നതുകൊണ്ട് അത് കഴിയുന്നത്ര വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തി. മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വാങ്ങുന്നത് തൊട്ട് ഇങ്ങേയറ്റത്തെ കോർപ്പറേഷൻ കൗൺസിലർ റോഡ് പണിക്ക് കൈക്കൂലി വാങ്ങുന്നത് വരെ, ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് വരെ ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും അതിൽ അയ്യപ്പനെ പോലും ഒഴിവാക്കാതെ അങ്ങനെ ഉള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള ജനരോഷം തിരുവനന്തപുരത്ത്, അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മേയർ, ഏറ്റവും ന്യൂയോർക്ക് മേയർക്ക് പോലും പ്രചോദനമാണ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞ തിരുവനന്തപുരം മേയർക്ക് ടിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരം സംസ്ഥാനത്ത് മുഴുവൻ ശക്തമായിട്ടുള്ള തോതിൽ ജനങ്ങളിടയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷനും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കൊല്ലത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ, കൊല്ലത്ത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം സാധ്യമാകണമെങ്കിൽ അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അഴിമതിക്കെതിരായി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ആണ് ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുന്നത്. ഈ അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഈ 2ാം ഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക ഞാനിവിടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. മീനത്തുശ്ശേരി ഡിവിഷൻ ജോർജ് C. റിച്ചാർഡ്, നങ്കശ്ശേരി ഡിവിഷൻ ഷൈനി സുനിൽ, ആശ്രാമം ഡിവിഷൻ അഡ്വക്കേറ്റ് സുരേഷ്, കടപ്പാക്കട ഡിവിഷൻ പ്രവീൺ കുമാർ N, പുലിക്കുട്ട ഡിവിഷൻ രതീഷ് കുമാർ S, അഞ്ചാലുമൂട് ഈസ്റ്റ് ഡിവിഷൻ സതീശൻ S, കരിക്കോട് ഡിവിഷൻ രാധാകൃഷ്ണപിള്ള P, കാത്തിനാകുളം ഡിവിഷൻ സാനി B, വള്ളിമുക്ക് ഡിവിഷൻ ഡോക്ടർ ദീപ PS, അമ്മൻതട ഡിവിഷൻ സൂര്യ സുരേന്ദ്രൻ, അയത്തിൽ ഡിവിഷൻ രജനി B. നായർ, കോളേജ് ഡിവിഷൻ അഡ്വക്കേറ്റ് V. സതീഷ് ചന്ദ്ര ബാബു, പാലത്തറ ഡിവിഷൻ ടെസ്റ്റിമോന R, കല്ലുതാഴം ഡിവിഷൻ മോൻസി ദാസ്, പാൽക്കുളങ്ങര ഡിവിഷൻ സ്വരാജ് DS. ഇത്രയും പേരെ കോർപ്പറേഷനിലേക്കും അതോടൊപ്പം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 5 ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. നെടുമ്പന ഡിവിഷൻ പതിമൺ രാജേന്ദ്രൻ, ഇത്തിക്കര ഡിവിഷൻ SP അനിൽകുമാർ, കല്ലുവാതുക്കൽ ഡിവിഷൻ ബൈജു ലക്ഷ്മണൻ, കുട്ടറ ഡിവിഷൻ രാജീവ് R, ദേവരക്കര ഡിവിഷൻ രാജീവ് R കൃഷ്ണ. ഇതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന 24 സ്ഥാനാർത്ഥികളെ കൂടി ഇതോടൊപ്പം പ്രഖ്യാപിക്കുകയാണ്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൽ തഴവ ഡിവിഷനിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് KS കാർത്തിക്, ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ
അഷ്ടമുടി ഡിവിഷനിൽ മത്സരിക്കുന്ന സുജിത് എ, റാക്കുളം ഡിവിഷനിൽ ജിജി എസ് വി, പനയം ഡിവിഷനിൽ രതീഷ്, തിരുമൺ ഡിവിഷനിൽ അനന്തകൃഷ്ണൻ, കാമിക്കമുക്ക് ഡിവിഷനിൽ രജനി ഷാജി, ചന്ദനത്തോപ്പ് ഡിവിഷനിൽ സ്വപ്ന എ ആർ, കേരളപുരം ഡിവിഷനിൽ രമ്യ ആർ, വെള്ളിമൺ ഡിവിഷനിൽ സുനിൽ കുമാർ എം, മുഖത്തല ബ്ലോക്ക് ഇളമ്പള്ളൂർ ഡിവിഷൻ അനിൽകുമാർ, പെരുമ്പുഴ ഡിവിഷൻ ബിനുകുമാർ, ഉമയനല്ലൂർ ഡിവിഷൻ സുധീഷ് ദാസ്, കൊട്ടിയം ഡിവിഷൻ ജയപ്രകാശ്, തൃപ്പൂരിൽ വട്ടം ഡിവിഷൻ ആര്യ ജി ചന്ദ്രൻ, ഒറ്റങ്കര ഡിവിഷൻ സന്തോഷ് മാമ്പുഴ, പേരൂർ ഡിവിഷൻ സജിത എസ്, ഇത്തിക്കര ബ്ലോക്ക് ആദിത്യനല്ലൂർ ഡിവിഷൻ സരോജിനി ദാസ്, ഇടനാട് ഡിവിഷൻ സ്മിത പി, കാക്കന്നൂർ ഡിവിഷൻ സുരേഷ് കുമാർ എസ്, നെടുങ്ങോലം ഡിവിഷൻ രാഗിണി എസ്, ഗവറ ബ്ലോക്ക് തേവലക്കര ഡിവിഷൻ രാജീവ് സി, അരിനല്ലൂർ ഡിവിഷൻ ദിനേഷ് കുമാർ വി, കോയിവിള ഡിവിഷൻ വിധു പ്രസാദ്, വടക്കുന്തര ഡിവിഷൻ വി ടി രാജു. അങ്ങനെ 24 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും 5 ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും 15 കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെയുമാണ് ഇന്ന് ഈ ഘട്ടത്തിൽ. അപ്പൊ ആ പേര് പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനായിട്ടുള്ള പൊതുചേതൻ ഷാൾ അവരോട് വിളിക്കും. ഷാൾ എനിക്ക് പേര് കൊല്ലം കോർപ്പറേഷനിലെ ലീനത്തുചേരി ഡിവിഷൻ ജോർജ് സി റിച്ചാർഡ്, തങ്കശ്ശേരി ഷൈമി സുനിൽ, ആശ്രമം അഡ്വക്കേറ്റ് സുരേഷ്, കടപ്പാക്കട പ്രവീൺ കുമാർ എ, കുരിപ്പുഴ രതീഷ് കുമാർ എസ്, അഞ്ചാലമ്മൂട് ഈസ്റ്റ് സതീശൻ എസ്, കരിക്കോട് ഡോക്ടർ കൃഷ്ണപിള്ള രാധാകൃഷ്ണപിള്ള ബി, ചാത്തനാകുളം സാനി ബി, പള്ളിമുക്ക് ഡോക്ടർ ദീപ പി എസ്, അമ്മന്നട സൂര്യ സുരേന്ദ്രൻ, അയത്തിൽ രജനി ബി നായർ, കോളേജ് ഡിവിഷൻ അഡ്വക്കേറ്റ് വി സതീഷ് ചന്ദ്രബാബു, പാലത്തറ ഡിവിഷൻ ഡിസിമോന ആർ, കല്ലംതാഴം മോഹൻസി ദാസ്, പാൽക്കുളങ്ങര സുരാജ് ഡി എസ്. ഒപ്പം കഴിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇവിടെ ആബ്സെന്റ് ആയിരുന്ന
ഭുവന ത്യാഗരാജൻ, കൈക്കുളങ്ങര ഡിവിഷൻ, കൊല്ലം. അടുത്തത് കൃഷ്ണരാജ്, അബ്ദുൾ മസി, കയ്യാലക്കൽ. അഡ്വക്കേറ്റ് അബ്ദുൾ മസി, കയ്യാലക്കൽ ഡിവിഷൻ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികൾ: നെടുമ്പന പന്നിമൻ രവീന്ദ്രൻ, പന്നിമൻ രാജേന്ദ്രൻ, സോറി, എത്തിക്കര എസ് ഡി അനിത് കുമാർ, കല്ലുവാതുക്കൽ ബൈജു ലക്ഷ്മൺ, കുണ്ട്ര രാജി ആർ, തേവലക്കര രാജീവ് ആർ കൃഷ്ണ. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ: ഓച്ചിറ മണ്ഡലം തഴവ അഡ്വക്കേറ്റ് കെ എസ് കാർത്തിക്, അഷ്ടമുടി സുജിത്ത് എ, പ്രാക്കുളം ജിജി എസ് വി, പനയം രതീഷ്,